ഇന്ന് നമ്മളിവിടെ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയോടും കൂടി ഉണ്ടാക്കുന്നത് ബീഫ് പിക്കിളാണ്. ബീഫ് പിക്കിള് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് ബീഫിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ബീഫ് നമുക്ക് ഒരു കുക്കറിൽ ഇട്ട്, വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. കുക്കറിൽ ഇട്ടതിന് ശേഷം നമുക്ക് 6 വിസിലോളം അടുപ്പിക്കാം. ബീഫ് വേവുന്ന ടൈമിനുള്ളിൽ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ സെറ്റ് ചെയ്തെടുക്കാം. ചെറിയ രീതിയിൽ വേണം ഇഞ്ചിയൊക്കെ ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പച്ചമുളകും വട്ടത്തിൽ ചെറുതായിട്ട് അരിയണം. വെളുത്തുള്ളി വലുതാണെങ്കിൽ ചെറിയ രീതിയിൽ കനം കുറച്ച് അരിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബീഫ് പാകമായാൽ അതിലെ വെള്ളം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കണം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ അതിലേക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് കുറേ കാലത്തേക്ക് സ്റ്റോർ ചെയ്യാനാണ് പിക്കിളെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ച ബീഫ് അതിലേക്കിടണം. ജസ്റ്റ് ഒന്ന് ശാല ഫ്രൈ ചെയ്താൽ മതിയാവും. ഒരുപാട് ഫ്രൈ ആവണ്ട, ഭയങ്കര ഹാർഡായി പോവും. ബീഫ് ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം എണ്ണയിലെ തരികൾ മാറ്റി ആ എണ്ണ തന്നെ മറ്റൊരു പാനിലേക്ക് ഒഴിക്കണം. പാൻ ചൂടായതിന് ശേഷം ആ എണ്ണ നമ്മൾ പാനിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. വെളുത്തുള്ളിയൊക്കെ ചെറിയ രീതിയിൽ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മൾ വഴറ്റി കൊടുക്കുക. വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് കായപ്പൊടി ചേർക്കാം. ചേർത്ത് ഏകദേശം ഒരു 3-4 മിനിറ്റ് വരെ ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യുകയോ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയോ ചെയ്യാം. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. പൊടികൾ മൂത്തതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബീഫ് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട്.
അതിനുശേഷം ചെറിയ തീയിൽ ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചാറ് കൂടുതലായിട്ട് തോന്നിയേക്കാം. പക്ഷെ നമ്മൾ ഏകദേശം ഒരു 6-7 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നോക്കിക്കഴിയുമ്പോൾ ഇത് സെറ്റായിട്ട് ഉണ്ടാകും. നിങ്ങളിപ്പോൾ കാണുന്നത് ഏകദേശം ഒരു 6 മണിക്കൂറിന് ശേഷം ഞാനിത് നോക്കുമ്പോൾ ഇതിലെ ചാറൊക്കെ ഇതിലോട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് ഇനി എയർ ടൈറ്റ്നറായിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം. ഏകദേശം 1 മാസത്തോളം ഇത് യൂസ് ചെയ്യാം. കാരണം ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് കുറേ കാലത്തേക്ക് യൂസ് ചെയ്യണമെങ്കിൽ നല്ലെണ്ണ ചേർക്കാവുന്നതാണ്. ബൈ ബൈ.